ഒരു നൂറ്റാണ്ട് മുൻപത്തെ ഒരു അത്ഭുതം നിങ്ങളെ കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇന്ന് കിട്ടിയൊരു വസ്തുവാണിത്. എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ പല മുറികൾ അതിലൊരു ഒന്ന് രണ്ട് മുറിയെന്ന് പറഞ്ഞാൽ 6 നിരയാണ്. കാര്യം ഒരു നൂറ്റാണ്ട് മുൻപ് പണിഞ്ഞു കഴിപ്പിച്ച 6 നിരയുമാണ്. അപ്പം അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് കിട്ടിയൊരു വസ്തു, ഒരു പാത്രത്തിൽ മൺഭരണി ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഈ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി, എന്ത് വേണ്ടത് ഇങ്ങനെ ഒരു ചെമ്പ് പോലെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ അതിനെ എടുത്ത് നോക്കിയപ്പോൾ കുറച്ച് എംബ്ലങ്ങൾ, നമ്മുടെ കോയിൻസിലൊന്നും ഇല്ലാത്ത ഒരു എംബ്ലം പോലെ. അപ്പം ഞാൻ അതിനെ ഒന്നുകൂടെ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞ് എനിക്കങ്ങനെ കോയിൻസിനോട് വലിയ കമ്പനി ഉള്ള ആളൊന്നുമല്ല ഞാൻ, പക്ഷേ എനിക്കതിനെക്കുറിച്ച് അറിയത്തുമില്ല. എങ്കിൽ ഞാനിതിനടുത്ത് സൂക്ഷ്മമായി ഒന്ന് പഠിച്ച് കുറച്ച് റെഫർ ചെയ്ത് നോക്കിയപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ അകത്തൊരു ശംഖിൻ്റെ സിമ്പലുണ്ട്. ഒരു മറുവശത്ത് ഒരു വശത്ത് ശംഖ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടോ? ഒരു വശത്ത് ശംഖ് സൂക്ഷ്മമായി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, കാരണം പഴയ കോയിനാണിത്. ഇത് നമ്മൾ ഒരുപാട് കഴുകിയൊക്കെയാണ് ഇത് എടുത്തത്. ഒരുപാട് കഴുകിയൊക്കെയാണ് ഈ കോയിൻ നമ്മൾ എടുത്തത്. കാണുന്നുണ്ടോ നിങ്ങൾ? ഉണ്ട്. ഇനി ഇതിൻ്റെ അപ്പം ഈ തിരുവിതാംകൂർ രാജ്യത്ത് നിലവിലിരുന്ന ഒരു കോയിനാണിത്. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ് അവർ ശംഖാണ് കോയിൻസിൽ ഉള്ളത്, ശംഖാണുള്ളത് ഒരു വശത്ത്. ഇനി മറുവശത്ത് ഇതുപോലെ തന്നെ വേറൊരു സിമ്പലുണ്ട്. ഇത് നോക്കും ഒരുപാട് നൂറ്റാണ്ടുകളായി ഇത് മാഞ്ഞു പോയിട്ടുണ്ട്. നോക്കിക്കേ, ഇതിന്റെ മുകളിൽ 1 ചക്രം എന്ന് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 1 എന്നുള്ളത് ഞങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. ക്യാമറയിലൂടെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കണം. 1 എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഭാഗങ്ങളിലും കാലക്രമേണ നൂറ്റാണ്ടുകളായത് പോയിട്ട്. അപ്പോൾ 1 ചക്രം കോയിനാണ് ഇത്. പ്യുവർ കോപ്പറാണ്, ചെമ്പാണ്, പ്യുവർ കോപ്പറാണ്. ഇതിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞത് ഏകദേശം 1885 തൊട്ട് 1924 വരെ എന്ന് പറയുമ്പോൾ മൂലം തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടത്തിലാണ് ഇത് ഇറക്കിയിരുന്നത്. ഈ ഒരു കോയിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1885 മുതൽ 1924 എന്ന് പറയുമ്പോൾ ഇത് പ്രൊഡക്ഷൻ നിർത്തിയ കാലം 1924 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 102 വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു കോയിൻ. 102 വർഷത്തെ. അപ്പോൾ ഇത് നിലവിലിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1924 കഴിഞ്ഞിട്ട് രാമവർമ്മയുടെ കാലം കഴിഞ്ഞതിന് ശേഷം സേതുലക്ഷ്മി ഭായ് വന്നു. സേതുലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലും ഇത് നിലവിലിരുന്നു. അതിനുശേഷം ചിത്ര തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടത്തിൽ ഇത് നിലനിന്നിരുന്നു. ഏകദേശം 1950 വരെ ഈ ഒരു കോയിൻ നിലവിൽ പ്രചാരത്തിലിരുന്നതാണ്. പിന്നെ സ്വാതന്ത്ര്യത്തിനൊക്കെ ശേഷം 47-നൊക്കെ ശേഷം ഇത് സ്വാഭാവികമായിട്ട് കോയിനെല്ലാം മാറും. അങ്ങനെ ഇത് നമ്മുടെ പ്രചാരത്തിൽ നിന്ന് മാഞ്ഞുപോയി എന്ന് പറയുമ്പോഴും ഇതിന്റെ ആ ഒരു കാലഘട്ടം 1924, ഏകദേശം നമുക്കറിയാം വൈക്കം സത്യാഗ്രഹമൊക്കെ നടന്ന 1924 ഏകദേശം 102 വർഷത്തോളമായി. അപ്പൊ അത്രയും അത്രയും എന്താണ് പറയുന്നത്, അത്രയും ആ ഒരു ചരിത്രം ഇതിനുണ്ട്. അത്രയും ഒരു ചരിത്രമാണ് ഈ ഒരു കോയിനുള്ളത്. ഇന്ന് നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നും അല്ലേ? ഇന്ന് നമ്മുടെ നിലവിൽ ജീവിച്ചിരിക്കുന്ന ആർക്കും ഈ ഒരു പ്രായം ഒന്നും ആലോചിക്കും. നിങ്ങൾ ഒരു ക്രയവിക്രയം ഒന്നും നടത്താത്ത ഒരു കോയിനാണിത്. ഇത് ഇങ്ങനെ കിടന്നിക്കാൻ കാരണം തന്നെ ഇത് ഒരു വശത്ത് ആരും അതിനെ നമ്മൾ എടുത്ത് മാറ്റുമോ ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നുകൊണ്ട് മാത്രമാണ്. അല്ലെ നമ്മൾ അറിയുന്നില്ലല്ലോ, എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി മണ്ണിനടിയിൽ പോയി നമുക്ക് അറിയുന്നില്ല. ഇത് അത്ഭുത വസ്തുവായിട്ട് നമുക്ക് തന്നെ കൂട്ടാം. തിരുവിതാംകൂർ രാജ്യത്ത്, കാരണം ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പത്തനംതിട്ട ഏരിയയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് തിരുവിതാംകൂറിന്റെ ഒക്കെ അടുത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജഭരണം ഏറ്റവും കൂടുതൽ നടന്ന സ്ഥലങ്ങളാണ് ഈ പത്തനംതിട്ട ഏരിയ ഒക്കെ. അപ്പം അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് പ്രചാരത്തിലുണ്ടായിരുന്നു. അതിന്റെ ഒരു തെളിവും കൂടിയാണ് ഇങ്ങനെയുള്ളൊരു കോയിൻ. പലയിടത്തും ഇത് ചിലപ്പോൾ നമുക്ക് മ്യൂസിയങ്ങളിലും അല്ലെങ്കിൽ പല ആളുകളുടെയും കയ്യിൽ കാണും. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മുടെ അടുത്ത് ഇങ്ങനൊരു കോയിൻ കിട്ടുന്നത്. അത് അത്ഭുതം തോന്നാൻ കാരണം നമുക്കൊക്കെ എത്രയോ പ്രായം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള മുത്തച്ഛനും അവർ പോലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രായത്തിന് മുൻപുള്ള ഒരു കോയിൻ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അത്ഭുതം തോന്നുന്നത്. കണ്ടോ, ഇതിന്റെ ഒരു കാലക്രമമൊക്കെ നോക്കുമ്പോൾ 1924 ഏകദേശം നിങ്ങൾ കൂട്ടിയാൽ തന്നെ നമുക്കറിയാം 102 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ എന്ത് ചരിത്രം, എന്ത് കഥകൾ, എന്തുമാത്രം പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ, എന്തുമാത്രം കഥകൾ പറയാൻ കാണും, എന്തുമാത്രം ക്രയവിക്രയങ്ങൾ നടത്തിയുള്ള ഒരു കോയിൻസ് ആയിരിക്കും ഇത്, ആരുടെയൊക്കെ കൈകളിലൂടെ അല്ലേ? അപ്പം അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നതാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് ഒരുപാട് ആ കാലത്തിന്റെ ഇതുകൊണ്ട് ഒരുപാട് മാഞ്ഞു പോയി, ഒരുപാട് അഴുക്കുകൾ. ഇനി ഞങ്ങൾക്ക് ഇത് ഒന്നുകൂടെ അഴുക്ക് കളയണമെന്നുണ്ടായിരുന്നു. പക്ഷെ കഴിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു എംബ്ലമൊക്കെ പോയി. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അത് വിശ്വാസയോഗ്യമാവത്തില്ല. ഇത് ശംഖ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം. എന്നിട്ട് കൃത്യമായിട്ട് അറിയാം 1 ചക്രം എന്നുള്ളത് പൂർണ്ണമായി നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. 1 എന്നുള്ളത് അറിയാം. പിന്നെ ബാക്കിയുള്ള സിമ്പല്, പിന്നെ ആ ഒരു ശംഖ്, തിരുവിതാംകൂറിന്റെ ഒരു എംബ്ലം തന്നെയായിരുന്നു ഈ ഒരു ശംഖ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കോയിന്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.